ശ്യാം കൗശിക്, ഇന്ത്യൻ ബിസിനസ് ജേർണലുകളുടെ മാനസപുത്രൻ. വന്ദേ മാതരം പാടുന്നവന് വെടിയുണ്ട കണ്ട് അത്താഴമൊരുക്കണമെന്ന് വാശി പിടിച്ച ആ പഴയ വിക്ടോറിയൻ ഫിലോസഫിയുടെ പിന്തുടർച്ചക്കാരൻ. അധികാരം തങ്ങളുടെ മാത്രം ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച് ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ ബിനാമി എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന കാവൽ നായ. സ്നേഹമെന്ന വാക്കിന് പൊള്ളയായ കൺസ്യൂമർ സംസ്കാരത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത പുതുപുത്തൻ തലമുറയുടെ ആരാധനാപാത്രം, ദ കിങ് ഓഫ് ഹവാല. ഇനി എന്തൊക്കെ വേണം വിശേഷങ്ങൾ ഇവനെ പറ്റി? ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന് നീയൊക്കെ പകൽ വെളിച്ചത്തിൽ മാത്രം തൊണ്ടകീറുമാറി ശതകോടികളോട് വിളിച്ചു പറയുന്ന പരിഭാവനമായ ആ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ശരാശരി ഇന്ത്യന്റെ അവസാനത്തെ ആശ്രയമായ ആ ഡെമോക്രാറ്റിക് സിസ്റ്റം, അതിന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് പുതിയ മഹാത്മാക്കളുടെ നിരയിലേക്ക് നിന്നെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ ഇവന് ഇനി അതിനുള്ള ഭാഗ്യമുണ്ടാവില്ല. പബ്ലിക് ഇവന് കൊടുക്കാൻ ആഗ്രഹിച്ചത് അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കും. The last bullet supper, വെടിയുണ്ടകൾ കൊണ്ടുള്ള അവസാനത്തെ അത്താഴം. നീ തകർത്ത് കളഞ്ഞ് എന്തൊക്കെയാണെന്ന് അറിയോ നിനക്ക്? ഭരണഘടനയും അധികാര സ്തംഭങ്ങളും കറൻസി ഗോപുരങ്ങളും പ്രത്യയശാസ്ത്ര കോട്ടകളും മൂല്യവിചാരങ്ങളും ഒക്കെ ഉരുകിയൊലിച്ചു പോകുന്ന നിന്റെ പേര്, ആത്മഹത്യക്കും ജീവിതത്തിനിടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാത്ത അണികളെന്ന കുറെ പരീക്ഷണ മൃഗങ്ങളെ സൃഷ്ടിക്കുന്ന നിന്റെ മാനിപ്പുലേറ്റർ പദവി, ചർക്ക നോക്കുന്നവന്റെയും പിച്ചെടുക്കുന്നവന്റെയും ചങ്കു പറിച്ചെടുത്ത് അധികാരമുറപ്പിക്കാൻ സഹായിക്കുന്ന നിന്റെ ക്രൈം സിൻഡിക്കേറ്റ്, ത്രിവർണ്ണ പതാകയുടെ പവിത്രതയിൽ നീ ഒളിച്ചു വെച്ച നേരും നിറയും കെട്ട ഒരു പൊളിറ്റിക്കൽ ഹിജഡയുടെ അധികാര ഗർവ്. പറ, ഇനി എന്തൊക്കെയുണ്ട് നിനക്ക് നഷ്ടപ്പെടാൻ? എല്ലാം അവസാനിച്ചു നീ കരുതണ്ട. അത്ര പെട്ടെന്നൊന്നും തകർത്തെറിയാനാവില്ല നിനക്കെന്നെ. നിനക്കെന്നല്ല, ആർക്കും എന്നെ തകർക്കാനാവില്ല. മണി പവർ, അതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. എന്നിട്ട് ഡൽഹിയിൽ കൂടുതൽ പവറോടെ ചിറക് വിരിച്ചങ്ങനെ പറന്ന് നടക്കും ഞാൻ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീരുവിന്റെ വാഴ്ചക്കാലം
പക്ഷെ എനിക്കതില്ല. നഷ്ടപ്പെടാനും പിടിച്ചെടുക്കാനും എനിക്കിനി ഒന്നും ബാക്കിയില്ല. അതേടാ, വീരുവിന്റെ അവസാനത്തെ വാഴ്ചക്കാലമാണ് എനിക്കിനി. നീ അന്ന് പറഞ്ഞ പാറിപ്പറന്ന ചെമ്പൻ മുടിയുള്ള ഈ മട്ടാഞ്ചേരിക്കാരൻ തെണ്ടിച്ചെറുക്കന്റെ അവസാനത്തെ വാഴ്ചക്കാലം. അവന്റെ മുമ്പിൽ നീ ഒന്നുമല്ല. പൊളിറ്റിക്കൽ വിസാടെന്നും ആവേശമെന്നും ഒക്കെ അണികൾ വാഴ്ത്തിപ്പാടിയ നീ എന്റെ കൈക്കരുത്തിന്റെ വില മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നിന്റെ ജീവിതത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. അവസാനത്തെ എന്റെ മറുപടി. നോ, താൻ തീരുമാനിക്കുന്ന സമയത്തായിരിക്കും നിന്റെ മരണം. പക്ഷെ അതിനു മുമ്പ് നിന്റെ അവസാനത്തിന് വേണ്ടി, ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്. പത്രം പവറാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ പണയം വെച്ച പെൺകുട്ടി. കിരൺ വർമ്മ എന്ന പാവം ചെറുപ്പക്കാരന്റെ ചോരയ്ക്ക് പകരം നീ നൽകേണ്ടി വന്ന കനത്ത വില. ഇപ്പോ എന്റെ മുമ്പിൽ നീ ഇല്ലാതാവുമ്പോ അവളെ പോലെ സന്തോഷിക്കാൻ ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല. എന്റെ പിന്നിലുള്ള പീപ്പിൾസ് ഫോഴ്സിനെ പറ്റി നിനക്കറിയില്ല. ആ ഫോഴ്സ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പാരലൽ ഗവൺമെന്റിനെ പറ്റി നിനക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ആഭ്യന്തര യുദ്ധമാണ്. സിവിൽ വാർ. ഈ 4 ചുവരുകൾക്കുള്ളിൽ തീരുന്നുണ്ട് സിവിൽ വാർ. ഇന്ത്യൻ ജനത അത്രയ്ക്ക് വിട്ടുകളല്ലടാ. 7 ജന്മം ജനിച്ചാലും 100 പോൾ ബാസ്റ്റർഡ് ഐസക്മാരുണ്ടായാലും അവർക്കെതിരെ എന്നെ പോലെ 100 കൈകളുടെ ശക്തിയുമായി 1000 ബ്രയായന്മാർ ഇവിടെ ജനിക്കും. നാണം കെട്ട കഥകൾ എത്ര കേട്ടാലും അതൊക്കെ സൗകര്യപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന നിന്റെ അണികൾക്ക് ആണ്ടുതോറും പുഷ്പചക്രമർപ്പിക്കാനുള്ള ഒരു ബലികുടീരമാവാനും പാപപരിഹാരത്തിനായി പുണ്യതീർത്ഥത്തിൽ ഒഴുക്കാൻ ഒരു പിടി ചാരമാവാനുള്ള ഭാഗ്യം പോലും നിനക്ക് ഞാൻ തരില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഐതിഹ്യമാലയിൽ പോലും ഒരു ചരിത്രമാവാൻ ഇനി നീ ഉണ്ടാവരുത്. ഡൽഹിയുടെ രാഷ്ട്രീയ ചക്രവാളങ്ങളിൽ ഒരു വെള്ളി നക്ഷത്രമായി ഉദിച്ചുയർന്ന പോൾ ബി ഐസക് ഒരു കൊള്ളിയാൻ പോലെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ വിലയം പ്രാപിക്കാൻ പോകുന്നു.